അച്ഛാ എന്താണ് വേപ്പും കഷായം കുടിക്കാൻ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വേപ്പ് കഷായം പറഞ്ഞാൽ നമ്മുടെ മുത്തച്ഛന്മാരായിട്ട് ഇത് നമ്മൾ ചെയ്തു വന്നൊരു സംഭവം എന്ന് വെച്ചാൽ മൂത്തപ്പനാണെങ്കിലും പിന്നെ അച്ഛമ്മയാണെങ്കിലും അങ്ങനെ അവരൊക്കെ വേപ്പ് കഷായം വയ്ക്കാൻ നമ്മളാർക്കെങ്കിലൊക്കെ ഓരോ ഗ്ലാസ് രാവിലെ താല്പര്യം കൊടുത്ത ശീലമൊക്കെ ഉണ്ട്. അപ്പൊ വേപ്പ് കഷായം വെക്കുമ്പോ വേപ്പിന്റെ തൊലി നമ്മൾ ആദ്യം വെട്ടുക. അപ്പൊ അതില് 2 കടുക്ക, ഇത്തിരി മല്ലി, പിന്നെ നല്ല മുരിങ്ങന്റെ തൊലി, ചിറ്റാമൃതത്തിന്റെ വള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചതച്ചിട്ടിട്ട് നമ്മൾ ഒരു ചട്ടി വെള്ളം, എത്രയെന്ന് പറഞ്ഞാൽ 1 പറ വെള്ളമെങ്കിലും ഞാൻ വെക്കും. അത് വെച്ച് അത് നല്ലോണം നമ്മൾ വൈകുന്നേരം തിളപ്പിക്കുക. നല്ല തിളയ്ക്കണം. തിളച്ചു കഴിഞ്ഞാൽ രാവിലെ എണിച്ചിട്ട് നമുക്ക് ചൂടാറുമല്ലോ, അപ്പോൾ ഓരോ ഗ്ലാസ് കുടിക്കുക. പിന്നെ വൈകുന്നേരം വീണ്ടും ഇത് തിളപ്പിക്കണം. എന്താണ്, അല്ലെങ്കിൽ അതൊരു വഴുവഴുപ്പ് വരും. അപ്പം അതില്ലാണ്ടിരിക്കാൻ നമ്മളൊന്ന് ചൂടാക്കി പിന്നെ കുടിക്കുമ്പോൾ നമുക്ക് ജീരകപ്പൊടി ഇട്ട് കുടിക്കുക. ചിലവർക്ക് അതൊരു മണം നല്ലതാണ്. അതാണെങ്കിൽ ഇത്തിരിയും കൂടി നന്നായിരിക്കും. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞ് വരച്ച് ഒരു പൊട്ട് വെല്ലമാണെങ്കിലും വായിലിടും. മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കും. നല്ലതാണ്. പിത്തത്തിന്, വാതത്തിന്, ശരീരത്തിന് മൊത്തത്തിൽ നല്ലതാണ്. അപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ ഇത് 10 ദിവസം, അപ്പം നമ്മൾ 10 ദിവസം നമ്മൾ വൈകിട്ടാണ് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ചെറുപയറും പച്ചരിയും കൂടി കഞ്ഞിയും കൂടി വെക്കും. അപ്പോൾ രാവിലത്തെ ഭക്ഷണം അതായിരിക്കും, കഞ്ഞിയായിരിക്കും. അപ്പോൾ ഇത് വേപ്പ് കഷായം ചൂടാണെന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരിതിൽ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ നോക്കുക. കർക്കിടക മാസം പോകാനായി, ഇനി 10 ദിവസമേ ഉള്ളൂ. നമ്മൾ വെക്കാൻ വൈകിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും വെച്ച് നോക്കി കഴിക്കി അഭിപ്രായങ്ങൾ പറയും. കർക്കിടകത്തിൽ തന്നെ ചെയ്യുന്ന പണി 10 ദിവസം കുടിക്കണം.